കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മന്തി എന്ന് പറയുമ്പോൾ അത് ഫ്ലേവർഫുൾ ആയിരിക്കണം, സ്മോക്കി ആയിരിക്കണം, അതിന് നല്ല മണവും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ അതൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള നല്ല ഒന്നാന്തരം മന്തിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ മന്തിയാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബട്ടർ ചിക്കൻ മന്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മന്തി ഉണ്ടാക്കാനായിട്ട് 1 കിലോഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യാറുള്ളതെങ്കിലും ഇത് ബട്ടർ ചിക്കൻ മന്തി ആയതുകൊണ്ട് തന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ചിക്കൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് ഏലക്കായ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ പട്ടയുടെ പൊടി, അതായത് സിന്നമൺ പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം നമ്മൾ ഗരം മസാല ചേർത്തതുകൊണ്ട് അതത്ര നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു നുള്ള് കുങ്കുമപ്പൂവ് ഞാൻ ചേർക്കുന്നുണ്ട്. അതും ചെറിയൊരു കളറ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. കുങ്കുമപ്പൂവ് കയ്യിലുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, 2 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ചിക്കനിലോട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും നേരത്തെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മുഴുവനും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ തിരിച്ചിട്ട ഭാഗം കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഒരു 4-5 മിനിറ്റ് സമയം കൊണ്ട് ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ചിക്കൻ മുഴുവനും പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് കരിഞ്ഞു പിടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ചുരണ്ടി മാറ്റി കൊടുക്കാം. കാരണം നമ്മൾ ഈ പാനിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട് കേട്ടോ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി ബട്ടറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2-3 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ്, ഒരു 4-5 ഗ്രാമ്പു, ഏകദേശം 1 ടീസ്പൂൺ വരെ കുരുമുളക്, ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 2 സവാള അരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി സോഫ്റ്റായിട്ട് വരണം. സവാള വഴറ്റി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. വീണ്ടും ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒരു 30-40 സെക്കൻഡ്സ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്കൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർക്കുന്നുണ്ട്. നല്ലൊരു ചിക്കൻ ഫ്ലേവർ ഈ ഒരു മസാലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 2 തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് നല്ലതുപോലെ വഴറ്റി അതിൽ വെള്ളം വറ്റിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല.
അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു കളറൊക്കെ കിട്ടും. നല്ലൊരു റെഡ് കളറായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തക്കാളി മിക്സിയിൽ അരച്ച് ചേർത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ വരെ കസൂരി മേത്തിയാണ്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ച് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കസൂരി മേത്തി പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ വരെ തേൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേൻ ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂൺ വരെ തേനാണ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ക്യൂബൊക്കെ ചേർത്തതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ചേർക്കാം. ഒരു 1/3 കപ്പ് വരെ ക്രീം ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഫ്രഷ് ക്രീമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ക്രീം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും അങ്ങ് മിക്സ് ചെയ്യാം. ഈ ഒരു മസാല ചിക്കനിൽ നല്ലോണം പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അത് മാത്രമേ ബാക്കിയുള്ളൂ. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർക്കോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഈ കത്തിച്ച ചാർക്കോൾ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വരെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ പുക വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ നന്നായിട്ട് പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. പുക ഒട്ടും പുറത്ത് കളയാതെ നല്ലതുപോലെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഞാനിതുപോലെ വെക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു പുകയുടെ ഒരു സ്മോക്കി ഫ്ലേവർ വരട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് റൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. വെള്ള കളറിലുള്ള റൈസാണ്. ഗോൾഡൻ കളറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റൈസ് വേവാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തതുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ചിക്കൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ചൂടാകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ ഒരു സ്പൂണ് വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചിക്കൻ ക്യൂബ് മൊത്തം മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ വെള്ളം പതുക്കെ ഇവിടുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറിൻ്റെ മറ്റു പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ചോറുണ്ടാക്കാനായിട്ട് കുറച്ച് വലിയൊരു പാത്രം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഒലിവ് ഓയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ കഴുകി 10 മിനിറ്റ് വരെ കുതിർത്ത് വെച്ച അരി അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മന്തി പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടാതെ ഞാൻ ഇന്നുണ്ടാക്കിയ ഈ ഒരു മന്തി മസാല പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തി മസാല പൗഡർ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഉണക്ക നാരങ്ങയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ അരി ചേർത്തിട്ട് ഈ മസാലപ്പൊടിയും നമ്മുടെ ഉണക്ക നാരങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ബേ ലീവ്സും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് നമ്മുടെ അരിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചേർത്തപ്പോൾ തന്നെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അരിയും നല്ല ചൂടുണ്ട്, പിന്നെ തിളച്ച വെള്ളമാണല്ലോ നമ്മൾ ചേർത്തത്. ഇനി ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിലും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ കൂടി ഈ ഒരു റൈസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി വേവിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് വെന്തോളും. അപ്പോൾ ഒരു പകുതി വേവായപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത സ്പ്രിംഗ് ഓണിയനും മസാലകളും എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അമർത്തി വെച്ചിട്ട് കുറച്ച് പച്ചമുളക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അതങ്ങ് കുത്തി വെച്ച് കഴിഞ്ഞാൽ ആവിയൊക്കെ നല്ലോണം മുകളിലേക്ക് വന്നോളും. അപ്പോൾ വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് ബാക്കിയും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ഒരു ബൗളിലിട്ടിട്ട് അതിലേക്ക് നല്ല തിളക്കുന്ന വെള്ളം 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുങ്കുമപ്പൂവ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കളറൊന്നും കിട്ടില്ല, എന്നാലും നല്ല ഭംഗിയുള്ള ഒരു ചെറിയ കളറ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു കുങ്കുമപ്പൂവും അതിൽ വെള്ളമൊക്കെ ഈ റൈസിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതും നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറിയൊരു പാത്രം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർക്കോൾ ഇവിടെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചാർക്കോൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മുടെ റൈസിനും നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതും പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഇതിനും കൂടി നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ മന്തി റൈസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. പിന്നെ നമ്മൾ കുങ്കുമപ്പൂവൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. കുങ്കുമപ്പൂവ് അഥവാ കയ്യിലില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ പാലിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ റൈസ് ഇനി അടുപ്പത്തുനിന്ന് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി റൈസ്, നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന്. നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്തതുകൊണ്ട് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും പിന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു മസാലയുടെ മന്തി മസാല പൗഡറിൻ്റെ ആ ഒരു മണമൊക്കെ ആയിട്ട് അടിപൊളി റൈസാണ്. അതിനേക്കാളും സൂപ്പറായിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ റൈസ് ഒരു പാത്രത്തിലേക്ക് വിളമ്പിയതിന് ശേഷം നമ്മുടെ ഈ ബട്ടർ ചിക്കൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ബട്ടർ ചിക്കൻ റൈസിൻ്റെ മുകളിലിട്ട് എല്ലാം കൂടി മിക്സ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് വേറെ വേറെ സ്മോക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയും സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്